സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ലിവിംഗ് വിൽ ക്യാമ്പയിൻ ഉദ്ഘാടനം, സംഘടനാ ശില്പശാല, സംസ്ഥാന കൗൺസിൽ എന്നിവ ഫെബ്രുവരി 12-13 തീയതികളിൽ ആലുവ ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഹാളിൽ നടക്കും. മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. ലിവിംഗ് വിൽ ക്യാമ്പയിനെ സംബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് PC ഹരിഹരൻ്റെ വാക്കുകളിലൂടെ. ഞാൻ സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ എന്ന വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുടെ എറണാകുളം ജില്ലയുടെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും വയോജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങളുടെ ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ അവകാശ സംരക്ഷണത്തിനും വേണ്ടി നിരന്തരം പോരാടുന്ന ഒരു സംഘടനയാണ്. സംഘടനയുടെ 2 ദിവസത്തെ ശില്പശാല ആലുവയിലെ മാർക്കറ്റ് റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് ഹാളിൽ വെച്ച് 2 ദിവസം ഫെബ്രുവരി 12-13 തീയതികളിൽ നടക്കുന്നുണ്ട്. ഈ തവണ സംഘടന ഏറ്റെടുത്തിരിക്കുന്ന ഒരു മുദ്രാവാക്യം ലിവിംഗ് വിൽ എന്ന മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഒരു പൗരനെ അന്തസ്സോടെ മരിക്കുവാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ച അവകാശം പൗരനിലും പൊതുസമൂഹത്തിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം. നമുക്കറിയാം, ഇന്ന് വയോജനങ്ങളുടെ എണ്ണം സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളേക്കാൾ കൂടുതൽ വേഗത്തിലാണ് വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വയോജനങ്ങൾ അവരുടെ പ്രായാധിക്യം കൊണ്ട് ആസ്പത്രിയിലും മറ്റും പ്രവേശിപ്പിക്കുമ്പോൾ അവരെ ICUയിലും വെന്റിലേറ്ററിലും കിടത്തി ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും അകറ്റി ശരീരാസകലം ട്യൂബുകൾ ഘടിപ്പിച്ച് അവരെ വെന്റിലേറ്റർ ഇടുന്ന അല്ലെങ്കിൽ ICUയിൽ ഇടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്നത്. ഇത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശത്തിന് എതിരാണ്. ഒരു പൗരനെ അവൻ മരണാസന്നനായാൽ അന്തസ്സായിട്ട് മരിക്കുവാൻ, തൻ്റെ ബന്ധുമിത്രാദികളെ കണ്ട് മരിക്കുവാനുള്ള ഒരു അവകാശം ഉണ്ടെന്ന് അതൊരു മൗലികമായ അവകാശമായി സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തത്. പൊതുസമൂഹത്തെയും മറ്റ് ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഇത്തരം ക്യാമ്പയിൻ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് ആലുവയിൽ നടക്കുന്ന 12-13 തീയതികളിൽ. എല്ലാവരും ഈ ക്യാമ്പയിനിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.